ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സിക്സിൻ്റെ HMDയുടെ ഫസ്റ്റ് മോഡലിനകത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ എന്ന വാക്ക് നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഹീറ്റ് ഫ്ലോയെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസുലേഷൻ. അത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക്, അതുപോലെ തന്നെ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കുമൊക്കെ ഹീറ്റിനെ ഫ്ലോ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ആൻഡ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ തിക്നെസ് ഓഫ് ദ ലെയർ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് സർഫസ് ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും തിക്നെസ്സിന് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലുമാണ്. അപ്പോൾ നമ്മൾ ഒരു സിലിണ്ടറിലോ കേബിളിലോ ഇൻസുലേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് തിക്നെസ് കൂടും. തിക്നെസ് കൂടുന്ന സമയത്ത് ഈ പറയുന്ന തിക്നെസ് എന്ന് പറയുന്ന ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹീറ്റ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ തന്നെ സർഫസ് ഏരിയ കൂടും. ഇൻസുലേഷൻ ചെയ്യുന്ന സമയത്തെ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആ സമയത്ത് ഇൻക്രീസ് ആവുക തന്നെ ചെയ്യും. ഇത് രണ്ടും കൂടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. അങ്ങനെ നമ്മൾ ഈ ഇൻസുലേഷൻ ചെയ്യുന്ന സംഭവം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തിക്നെസ് ഓഫ് ദ ഇൻസുലേറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ തിക്നെസ് എത്തുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ കുറയാനായിട്ട് തുടങ്ങും. അപ്പം ആ പർട്ടിക്കുലർ തിക്നെസ് എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന തിക്നെസ്. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ദ തിക്നെസ് അപ് ടു വിച്ച് ദ ഹീറ്റ് ഫ്ലോ ഇൻക്രീസസ് ആഫ്റ്റർ വിച്ച് ദ ഹീറ്റ് ഫ്ലോ ഡിക്രീസസ് ഈസ് ടൈംഡ് ആസ് ക്രിട്ടിക്കൽ തിക്നെസ്. ആ പർട്ടിക്കുലർ തിക്നെസ് ഉണ്ടല്ലോ, ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഇങ്ങനെ കൂടി വന്നിട്ട് കുറയുന്ന ആ പർട്ടിക്കുലർ തിക്നെസ്സിന് പറയുന്നതാണ് ക്രിട്ടിക്കൽ തിക്നെസ്. ഇൻ കേസ് ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് സ്പിയേഴ്സ് ഇറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ റേഡിയസ്. സിലിണ്ടറും സ്പിയറും ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റേഡിയസ്, RC. The critical radius is defined as the outer radius of the insulation for which the heat transfer rate is maximum. Outer radius of the insulation for which the heat transfer rate is maximum. അതിന് പറയുന്നതാണ് critical radius, RC. ഇനി critical thickness എന്താ? It is defined as the thickness of insulation for which heat transfer rate is maximum. Heat transfer rate maximum ആവുന്ന തിക്നെസ്സിന് പറയുന്നത് പേരാണ്, ഇൻസുലേഷൻ്റെ തിക്നെസ്സിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ തിക്നെസ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻക്രീസസ് വെൻ ഔട്ടർ റേഡിയസ് R0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്രിട്ടിക്കൽ റേഡിയസ് RC. ഹീറ്റ് ട്രാൻസ്ഫർ ഡിക്രീസസ് വെൻ ഔട്ടർ റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ RC അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ്. In case of steam pipe, R0 is greater than RC so that the heat leakage can be avoided. ഇതൊക്കെ കേസൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിരുന്നതാണ് മനസ്സിൽ കേട്ടോ. In case of electrical cables, insulation is used to increase heat transfer rate in order to safeguard the cable. ഇനി ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ സിലിണ്ടർ, അത് എന്താണ് നമ്മൾ നോക്കുന്നു. പിന്നെ സ്പിയർ എന്താണെന്ന് നോക്കുന്നു. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഫിഗർ അവൈലബിൾ ആണ്, നോക്കുക. ഫോർ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ R1 R2 അത് തെർമൽ കണ്ടക്ടിവിറ്റി K കൊടുത്തിട്ടുണ്ട്. R1 എന്ന് പറയുന്നത് R1 = 1/2πL 1/K1 ln R1/R2. RCO എന്ന് പറയുന്നത് 1/H0 2πR2L. ശരിക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് R1 + RCO. Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ΔT/R. ΔT R⁻⁻1 മാറ്റി എഴുതി. ഇനി അതിനകത്ത് R-ന് R+RCOയുടെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ Q എന്ന് പറഞ്ഞാൽ ΔT × 1/2πL × 1/K1 ln R2/R1 + 1/H0 2πR2L എന്ന് കിട്ടി. ഇനി മാക്സിമം Q ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ടു ഗെറ്റ് Q max dQ/dR2 = 0. ആ ഇക്വേഷന് 0 = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം ചെയ്ത് വരുമ്പോൾ R2-ന് K1/H0 എന്ന് കിട്ടും. അതായത് R2 R0 RC ക്രിട്ടിക്കൽ റേഡിയസ് K/H0.
അപ്പോൾ സിലിണ്ടറിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് RC = K/H0 ഓർത്തിരിക്കുക. ഇനി ക്രിട്ടിക്കൽ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ സ്പിയർ ഇതുപോലെ തന്നെയാണ്, സെയിം സ്റ്റെപ്സ് തന്നെയാണ് സ്പിയറിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇതുപോലെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ വരുന്നത് ക്രിട്ടിക്കൽ റേഡിയസ് എന്ന് പറയുന്നത് 2K/H0. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, നമ്മുടെ സിലിണ്ടറിൻ്റെ ഡബിൾ ആയിരിക്കും ഈ പറയുന്ന സ്പിയറിന് വരുന്നത്. സിലിണ്ടറിന് RC = K/H0 ആയിരുന്നു, സ്പിയറിന് വരുമ്പം 2K/H0 എന്ന് വരും. ഇനി നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ബി നോട്ടഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വെൻ R0 = RC, അതായത് ഔട്ടർ റേഡിയസ് = ക്രിട്ടിക്കൽ റേഡിയസ്, Q എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. Qmaxലായിരിക്കും എന്ത്, R0 = RC. ഔട്ടർ റേഡിയസും ക്രിട്ടിക്കൽ റേഡിയസും സെയിം ആയിരിക്കും. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 1.22. റീജിയൻ 1 എന്ന് പറയുന്നത് കണ്ടല്ലോ, റീജിയൻ 2 എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തുള്ള റീജിയനാണ്. ആ ഗ്രാഫിൻ്റെ പുറത്തുള്ളതെന്ന് പറയുമ്പം നമ്മുടെ ഈ എക്സ്ട്രീം പൊസിഷനിലുള്ള ഈ ലെന്ത്. ആ റീജിയൻ 1 ഈസ് റെക്കമെൻഡഡ് റീജിയൻ, റെക്കമെൻഡഡ് ഔട്ടർ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഫോർ ഇലക്ട്രിക്കൽ കേബിൾ സോ ദാറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഇൻക്രീസ്ഡ്. റീജിയൻ 2 ഉണ്ട്, രണ്ടാമത്തെ റീജിയൻ, ഈസ് റെക്കമെൻഡഡ് ഔട്ടർ റേഡിയസ് ഓഫ് ഇൻസുലേഷൻ ഓഫ് സ്റ്റീം ക്യാരിങ് പൈപ്പ് ഫോർ ഡിഗ്രീസ് ഹീറ്റ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചില പ്രോബ്ലംസിനകത്ത് നമുക്ക് ഇതുപോലെ ഫിഗർ വരയ്ക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട പ്രോബ്ലംസാണ്. നമ്മൾ പ്രധാനമായും ഇതിനകത്തെ ഈ ഡെറിവേഷനകത്ത് നമ്മൾ യൂസ് ചെയ്ത ചില ഇക്വേഷൻസ്, Qൻ്റെ ഇക്വേഷൻ, Rൻ്റെ ഇക്വേഷൻ, R1ൻ്റെ ഇക്വേഷൻ, അതുപോലെ ക്രിട്ടിക്കൽ റേഡിയസിൻ്റെ ഇക്വേഷൻ, ഇതുപോലുള്ള ഇക്വേഷൻസ് ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് വരും. നമ്മളൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം, ബാക്കിയെല്ലാം അതിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലമാണ്, ജസ്റ്റ് ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദ സ്റ്റീം ക്യാരിങ് പൈപ്പ് ഓഫ് 100 mm ID inner diameter, 110 millimeter outer diameter is carrying steam at 300 degrees Celsius. The pipe is covered with asbestos of K = 1 at meter degrees Celsius. The surrounding air temperature is 20 degrees Celsius with the heat transfer coefficient of 8. K for pipe is 53. Determine the heat transfer rate when the thickness of insulation R. നോക്കുക, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 തിക്നെസ് തന്നിട്ടുണ്ട് ഇൻസുലേഷൻ്റെ, 50 mm, 70 mm, 90 mm. അപ്പോൾ ഈ 3 കേസിലെയും Qൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞത് ക്രിട്ടിക്കൽ റേഡിയസ്, ക്രിട്ടിക്കൽ തിക്നെസ് ആൻഡ് കറസ്പോണ്ടിങ് Qmax, RC കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ Qmaxും നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നമ്മുടെ ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗിവൺ ഡാറ്റ എടുത്തെഴുതുക. K1 = K for പൈപ്പ്, H1 തന്നിട്ടില്ല, HI തന്നിട്ടില്ല, RCI 0, L 1 മീറ്റർ തന്നിട്ടുണ്ട്. R1 ഇന്നർ റേഡിയസ് എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്ററിൻ്റെ ഹാഫാണ്, R2 ഔട്ടർ റേഡിയസ് ആണ്, ഔട്ടർ ഡയമീറ്ററിൻ്റെ ഹാഫാണ്, H0 തന്നിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെൻ ദ Q കണ്ടുപിടിക്കണം. വെൻ ലെയർ തിക്നെസ് ഈസ് 50 mm. 3 കേസാണ്, 50 mm, 70 mm, 90 mm. ആ സമയത്തുള്ള Qൻ്റെ വാല്യൂ കണ്ടെത്തണം. അപ്പോൾ R0 എന്ന് പറയുന്നത് 1.105. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ R2 + തിക്നെസ് ആണ്, തിക്നെസ് റേഡിയസുമായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ R0 കിട്ടും 0.105 മീറ്റർ. ഇനി നമ്മുടെ ആ പറയുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഡെറിവേഷനകത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. R1 = എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് എടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് എല്ലാ വാല്യൂസും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് R-നൊരു വാല്യൂ കിട്ടും. R കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ Q = Ti - T0/R, T/R. അപ്പോൾ എന്ത് ചെയ്യും, 300 - 20/0.293. Qന് വാല്യൂ കിട്ടി. ∆T/R ആണല്ലോ Q. അതേപോലെ തന്നെ തിക്നെസ് 70 ആവുന്ന സമയത്തും കണ്ടുപിടിക്കുന്നു, തിക്നെസ് 90 ആവുന്ന സമയത്തും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കേസ് ഡിറ്റർമൈൻ ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് വെൻ ദ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ ആർ 50 mm, 70 mm, 90 mm എന്നുള്ളത് അവിടെ ഫിനിഷ് ആവുക. അടുത്ത ചോദിച്ചു ഫൈൻഡ് എ ക്രിട്ടിക്കൽ തിക്നെസ് ആൻഡ് കറസ്പോണ്ടിങ് Qmax. ക്രിട്ടിക്കൽ തിക്നെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രിട്ടിക്കൽ തിക്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ
നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ റേഡിയസ് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാനായിട്ട് പോകുന്നത്, ക്യൂമാക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ റേഡിയസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിട്ടിക്കൽ റേഡിയസ് RC എന്ന് പറയുന്നത് K2/H0, അത് 1/8 എന്ന് പറയുന്നത് 0.125 മീറ്റർ. K4 ആസ്പെക്റ്റോസ് ആണ് ഈ പറയുന്നത് എഴുതിയേക്കുന്നത്. വെൻ RC ഈസ് ഈക്വൽ ടു R0 ഈക്വൽ ടു 0.125, അതായത് ക്യൂമാക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ പോയിൻ്റ് റിമെമ്പറിനകത്ത് പറഞ്ഞായിരുന്നല്ലേ, R0 ഈക്വൽ ടു RC ആകുന്ന സമയത്താണ് ക്യൂമാക്സ് ആകുന്നതെന്ന് പറഞ്ഞു. അതായത് വെൻ RC ഈസ് ഈക്വൽ ടു R0 Q വിൽ ബി മാക്സിമം. അപ്പോൾ അത് നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. തിക്നെസ് ലെയർ എന്ന് പറയുന്നത് 70 mm ആകുന്ന സമയത്താണ് നമുക്ക് R0 എന്ന് പറയുന്നത് 1.125 ആയത്. ഇവിടെ RC എന്ന് പറയുന്നത് 0.125 ആണ്. അത് രണ്ടും ഈക്വൽ ആകുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. സെക്കൻഡ് കേസിലാണ് Q എന്ന് പറയുന്നത് 965.181 വാട്ട്. അതാണ് സംഭവം. ഇനിയാണ് ക്രിട്ടിക്കൽ തിക്നെസ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, RC - R2 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും 0.7 മീറ്റർ. അതിനെ മില്ലിമീറ്ററിലാക്കി സെൻഡ് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ആ കാര്യങ്ങൾ, അതായത് ക്യൂമാക്സ് എപ്പോഴാണ് വരുന്നത്, RC എവിടെയാണ് യൂസ് ചെയ്യുന്നത്, R0 എങ്ങനെയാണ് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ റേഡിയസ് എങ്ങനെയാണ്, ക്രിട്ടിക്കൽ തിക്നെസ് എന്താണ്, ജസ്റ്റ് ആ ഇക്വേഷൻസ് മാത്രം പഠിച്ചിരിക്കുക. ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് കൃത്യമായിട്ടും എഴുതാൻ പറ്റുന്ന ഒരു പോർഷനാണ് ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായിട്ട് കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടറാണ്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്. അത് ഓരോ ഒബ്ജക്റ്റിൻ്റെ ജോമെട്രി അനുസരിച്ച് ഈ ഹീറ്റ് ട്രാൻസ്ഫറിന് വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലാണ് വേരിയസ് ജോമെട്രിക്കൽ കോൺഫിഗറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സമയത്ത് ഓരോ ജോമെട്രി അനുസരിച്ച് ഈ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. അതിനെ പ്രധാനമായും ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ ആശ്രയിച്ചിരിക്കും, അതിൻ്റെ ഓറിയൻറ്റേഷനെ ആശ്രയിച്ചായിരിക്കും ഈ ഹീറ്റ് ട്രാൻസ്ഫർ വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ വളരെയധികം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ HMDയുടെ ഡേറ്റ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പേജ് 53, 54 ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ പലതരത്തിലുള്ള കോൺഫിഗറേഷൻ്റെ ഷേപ്പ് ഫാക്ടറിൻ്റെ ഇക്വേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് പ്രോബ്ലംസ് വരുന്ന സമയത്ത് 53, 54 പേജുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പും അതിൻ്റെ ഷേപ്പ് ഫാക്ടറിൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കാണാനായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആ ഇക്വേഷൻസ് നമ്മൾ ഇതിനകത്തുണ്ട്. പ്രോബ്ലംസ് വരുന്ന സമയത്ത് വാല്യൂസ് നേരെ ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഡെറിവേഷൻ പോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2 ഡയമെൻഷണൽ കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ഈ പേജിനകത്ത് ഡേറ്റ ബുക്കിനകത്തുള്ള ആ ഷേപ്പും ആ ഷേപ്പ് ഫാക്ടറുമാണ്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ബാക്കി പ്രോബ്ലംസ് എങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പ്രോബ്ലം നോക്കുക. എ പൈപ്പ് ഓഫ് 500 mm OD outer diameter is buried in the earth at a depth of 1.5 meter. The surface temperature of the pipe is 85 degrees Celsius. Soil temperature is 20 degrees Celsius. Thermal conductivity K for soil is 0.52. Determine the heat loss. Heat loss കണ്ടുപിടിക്കാനാണ്. ഹീറ്റ് ലോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയണം Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് തന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് പൈപ്പാണ് അല്ലേ, ബ്യൂറിഡ് പൈപ്പ്. അപ്പം ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗിവൺ ഡേറ്റ നമ്മൾ എഴുതുക. D 1.5 മീറ്റർ, R 250 mm, 3R എന്ന് പറയുന്നത് 0.75 മീറ്റർ ആണ്. അത് കഴിഞ്ഞ് തന്നെ അതുകൊണ്ട് തന്നെ D എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3R ആയിരിക്കും. അപ്പോൾ നമ്മൾ പേജ് നോക്കേണ്ടത് വരും. പേജ് 53 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ രണ്ടാമത്തെ കേസാണ് വെർട്ടിക്കൽ സിലിണ്ടർ ഇൻ സെമി ഇൻഫിനിറ്റ് മീഡിയം എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. 2πL/r
ln2d/r. ആ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. കാരണം അവിടെ കേസ് പറയുന്നുണ്ട് L ഈസ് ഗ്രേറ്റർ ദാൻ R. ആ കേസാണ്. ഡി എന്ന് പറയുന്നത് >3r ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കാം. അപ്പം നമ്മൾ പ്രധാനമായും തിരിച്ചറിയുക, പേജ് 53, 54 പേജുകളിലാണ് HMDയിലെ ഷേപ്പ് ഫാക്ടർ സംബന്ധിച്ചുള്ള ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന കേസ് ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കുക. നമ്മുടെ ഈ എല്ലും ഈ പറയുന്ന ഡയമീറ്ററും ഒക്കെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് അനുസരിച്ച്, പിന്നെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഷേപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതിയേച്ചാൽ മതി. ഇവിടെ നമുക്ക് എല്ലാ ഡേറ്റയും അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ S = 2πL/ln2d/r എന്നുള്ളതിനകത്ത് നമുക്ക് S കിട്ടും. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് K എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Q എന്ന് പറഞ്ഞാൽ KS ΔT, KS × T1 - T2. അത് എങ്ങനെയാണ് വന്നേ ചോദിച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ആ ഇക്വേഷൻ അവിടെ ഉണ്ട്. മിക്കവാറും ഡെറിവേഷൻ ചോദിക്കാൻ സാധ്യതയില്ല, പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ ഡെറിവേഷനകത്ത് നമ്മളിപ്പോൾ മുമ്പേ കണ്ടതിനകത്ത് Q = KS ΔT എന്നുള്ളതാണ് നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തത്. S എന്ന് പറയുന്ന ഷേപ്പ് ഫാക്ടറാണ്. ആ ഇക്വേഷനാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ ഇവിടെ നേരിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും Qന് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡേറ്റാ ബുക്കിനകത്ത് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് നോക്കുക. പ്രോബ്ലം വരുമ്പോൾ ഏത് ഷേപ്പാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ആ പർട്ടിക്കുലർ ഷേപ്പിനകത്തുള്ള കേസ് ഏതാണെന്ന്, ലെന്ത് ലെസ് ദാൻ R ആണോ, അതനുസരിച്ച് എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നത്, അത് ഏത് കറക്റ്റ് ഇക്വേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ Qൻ്റെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുള്ള പ്രോബ്ലംസ് മാത്രമേ ഈ ഒരു കേസിനകത്ത് കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരത്തുള്ളൂ. ിനകത്ത് നമുക്ക് ഒരു ചെറിയൊരു പോർഷനോട് പെൻഡിങ് ഉണ്ട്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ അല്ല എങ്കിലും വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ് അതിന് പറയുന്നത്. K = K0 × 1 + α_t. അതായത് K = K0 × 1 + α_t എന്ന് പറയുന്നത്, K0 എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി 0 ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഫ്യൂറിയേഴ്സ് കണ്ടക്ഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് Q = -Ka dt/dx. ആ ഇക്വേഷനകത്ത് Kയ്ക്ക് നമ്മൾ K0 × 1 + α_t എന്ന് പറയും. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ്. അതിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇക്വേഷൻ 1 ആവും. പിന്നെ ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ, അതായത് K = -K0 × 1 + α_t × A × dt/dx എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുത്താൽ Q/A dx = -K0 × 1 + α_t × dt എന്നാവും. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 0 to L എന്ന് പറയുന്ന ലിമിറ്റ് LHSലും RHSൽ T1/T2 എന്ന് പറയുന്ന ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഒടുവിൽ ആ രണ്ട് ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്ത ഇക്വേഷനെ നമ്മൾ ഒടുവിൽ ഇതുപോലെ എടുക്കും. രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടോ, QL/A = -K0 എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് QL/A = K0 × 1 + α_Tm × T1 - T2 എന്നാവും. Tm എന്ന് പറഞ്ഞാൽ T1 + T2/2 എന്നുള്ളതാണ്. Therefore Q = Qന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി, K0 × 1 + α_Tm × A × T1 - T2/L. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് അതിനകത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, K = K0 × 1 + α_t എന്ന് പറയുന്നത്. അവിടെ Tക്ക് പകരം Tm എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ Kയ്ക്ക് പകരം Km എന്നാവും. Km = K0 × 1 + α_Tm എന്നാവും. അങ്ങനെ നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും Q എന്ന് പറയുന്നത് Km A × T1 - T2/L എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. Km എന്ന് പറയുന്നത് മീൻ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. നമ്മുടെ പോർഷൻ വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അവസാനം നമ്മൾ Qന് ഒരു ഇക്വേഷൻ കണ്ടെത്തി.